പ്രൈസ് ആക്ഷൻ എന്താണ് ഈ പ്രൈസ് ആക്ഷൻ? ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും അതുപോലെ ഹൈ ക്യാപിറ്റലൊക്കെ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സ് അടക്കം യൂസ് ചെയ്യുന്ന ഒരു ഏറ്റവും എന്താ പറയുക ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി. ആക്ച്വലി നമ്മൾ ട്രേഡേഴ്സ് എല്ലാവരും പല രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നവരായിരിക്കും. പല രീതിയിലുള്ള ഒരേ ചാർട്ടിൽ തന്നെ ചിലപ്പോൾ 5-6 ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്ത് ഡബിൾ കൺഫർമേഷൻ, ട്രിപ്പിൾ കൺഫർമേഷൻ ഒക്കെ എടുത്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ എന്നാൽ പോലും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ട്രേഡ് റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ടോ? നല്ല ട്രേഡിംഗ് പോയിന്റ്സ് നമ്മൾ കണ്ടെത്താൻ നമുക്ക് പാടല്ല, അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് കിട്ടുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും എന്താ പറയുക സക്സസ് റേറ്റ് കൂടുതലായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഈ ഒരു വീഡിയോ കോഴ്സിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റിയാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഇൻഡിക്കേറ്റേഴ്സിനൊന്നും ആവശ്യമില്ല. മേ ബി 1-2 ഇൻഡിക്കേറ്റേഴ്സ് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതിയാവും. അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു കൺഫർമേഷൻ എടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇതാണ് ഈ ഒരു വീഡിയോ കോഴ്സിൻ്റെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്ന മറ്റൊന്നല്ല, എന്താണ് ഈ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി. പിന്നെ നമുക്ക് എങ്ങനെ ഒരു ചാർട്ടിൽ നമുക്ക് എങ്ങനെയാണ് ഈ പ്രൈസ് ആക്ഷൻ ലെവൽസ് നമുക്ക് ഡെപ്പിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, നമുക്കത് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കത് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി? അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റോപീഡിയ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ ഇവർ പറയുന്ന അനുസരിച്ച് ഒരു ഡെഫിനേഷൻ അനുസരിച്ച് പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ ലെവൽസിൽ ഈ ഒരു പ്രൈസിന്റെ മൂവ്മെന്റ്സ് നോക്കിയിട്ട് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ ഒരു കോയിൻ അങ്ങോട്ടേക്ക് പോകും, അല്ലെങ്കിൽ ഈ ഒരു അസറ്റ് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, അല്ലെങ്കിൽ എവിടെയൊക്കെ നമുക്ക് അവിടെ ഒരു റെസിസ്റ്റൻസും സപ്പോർട്ടും എല്ലാം നമുക്ക് എടുക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ആക്ച്വലി ഈ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി. അത് ആക്ച്വലി ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് ഒന്നും നമ്മളതിൽ യൂസ് ചെയ്യുന്നില്ല. ഓൺലി ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളതിൽ ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ വളരെയധികം സക്സസ് പെർസെൻറ്റേജ് ഉള്ള ഒരു മെത്തേഡാണ് ഈ ഒരു പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ കൂടുതലായിട്ടും ട്രേഡേഴ്സാണ്, ഇൻവെസ്റ്റേഴ്സ് അല്ല, ട്രേഡേഴ്സാണ് കൂടുതലായിട്ടും ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇൻവെസ്റ്റേഴ്സിനും യൂസ് ചെയ്യാം. കാരണം വളരെയധികം ഇൻവെസ്റ്റേഴ്സ് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. കാരണം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ലെവൽസ് നോക്കിയിട്ട് ഈ ഒരു ലെവൽ ഒരു താഴ്ത്തേക്ക് വന്നാൽ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാം, ആവറേജ് ചെയ്യാം എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്തിട്ട് കൂടുതൽ ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. പക്ഷെ എന്നാലും കൂടുതലായിട്ടും ഡേ ട്രേഡേഴ്സും സ്വിംഗ് ട്രേഡേഴ്സും ഒക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട്. ഒരുവിധം ട്രേഡ് ചെയ്യുന്ന എല്ലാവരും യൂസ് ചെയ്യുന്ന ചാർട്ടായിരിക്കും ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന ആദ്യമായിട്ട് വരുന്ന ഒരു ആളാണെങ്കിൽ, ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആളാണെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് വേറെ മറ്റൊന്നുമല്ല. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചാർട്ടിൽ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ലെവൽസ് നമ്മുടെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഹൈ എന്ന് പറയുന്നത് അറൗണ്ട് 20,000 അടുത്താണ്, 19,500 അടുത്താണ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് അത് നേരെ വന്നിരിക്കുന്നത് എവിടേക്കാണ്? 2,900, 3,000 റേഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഡൗൺഫോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചാർട്ട് ലൈൻസ് എടുക്കുക, ട്രെൻഡ് ലൈൻ ടൂൾസ് എടുക്കുക, അതിൽ ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുക, നേരെ ഈ ഒരു പോയിന്റിൽ അങ്ങ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഒരു 19,700 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് അല്ല, ആക്ച്വലി അതൊരു റേഞ്ചാണ്. 19,700നും ഒരു 20,000 ഇടയ്ക്കുള്ള റേഞ്ച് നല്ലൊരു സപ്ലൈ സോണാണ്. അതിനെ ആക്ച്വലി കൂടുതൽ ആൾക്കാർ സെല് ചെയ്യാൻ നോക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലൈൻ മാർക്ക് ചെയ്തത്. വീണ്ടും അതുപോലെ തന്നെ താഴ്ത്തിക്കുള്ള ലെവൽസാണ് ഞാൻ കൂടുതൽ മാർക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം ബിറ്റ്കോയിൻ ഇപ്പോൾ താഴ്ത്തിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴ്ത്തിക്കുള്ള ലെവൽസാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 13,900 ആ റേഞ്ചിലാണ് അടുത്ത ലെവൽ വരുന്നത്. പിന്നെ വരുന്നത് ഏറ്റവും ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 3,000 റേഞ്ചാണ്. ഈ ഒരു 3,000 റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ തന്നെ അറൗണ്ട് ഒരു 3 തവണ ആ ഒരു റേഞ്ചിൽ തന്നെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ അറിയാവുന്ന ആൾക്കാരായിരുന്നെങ്കിൽ
ഈ പ്രൈസ് ആക്ഷനെ പറ്റിയൊക്കെ നേരത്തെ അറിയാവുന്ന ആൾക്കാരായിരുന്നെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം ആദ്യമേ ഈ ലെവൽ മാർക്ക് ചെയ്തിടും. വീണ്ടും ഇവിടെ നിന്ന് തിരിച്ച് റീട്രേസ്മെന്റ് ഈ ഒരു 3000 ലെവലിൽ കാണുകയാണെങ്കിൽ വീണ്ടും അവിടെ ഒരു ലോങ് ട്രേഡ് എടുക്കും. വീണ്ടും അടുത്തൊരു 3000 ലെവൽ കാണുകയാണെങ്കിൽ വീണ്ടും ലോങ് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അവർ എവിടം വരെ ഇത് പോയി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം 69,000 വരെ പോയി. 3000 ലെവലിൽ നിന്നാണ് ഈ ഒരു ലെവലിലേക്ക് പോയത്. ഈ 3000 എന്ന് പറയുന്ന ലെവൽ വന്നിരിക്കുന്നത് തൊട്ടടുത്താണ്. മാർച്ച് 1 2020 കൊറോണയുടെ സമയത്ത് വീണ്ടും 3000 ലെവലിലേക്ക് വന്നിരുന്നു. അപ്പോൾ അന്നൊക്കെ വാങ്ങിച്ച് ഇതുപോലെ പ്രൈസ് ആക്ഷൻ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്ത് വാങ്ങിച്ചവരുണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രൈസ് ആക്ഷൻ ലെവൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. നമ്മളെല്ലാം അതുപോലത്തെയുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്തത്. ഇപ്പോൾ 68,000, 68, 69,100 എന്നുള്ള ആ ഒരു പോയിന്റ് നല്ലൊരു പോയിന്റാണ്. കാരണം ഇത്രയും വലിയൊരു ഡൗൺ മൂവ്മെന്റ്, ആ ഒരു ഓൾ ടൈം ഹൈന്ന് ബിറ്റ്കോയിൻ നിൽക്കുന്ന 20,000-ലാണ്. അപ്പോൾ അത് വലിയൊരു പോയിന്റാണ്. അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പ് 64, 65,000 ആ ഒരു പോയിന്റിൽ വീണ്ടും ഒരു നല്ലൊരു മൂവ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ നിന്ന് റീട്രേസ്മെന്റ് വന്നിരിക്കുന്ന ഈ ഒരു പോയിന്റിലാണ്. അറൗണ്ട് ഒരു 30,000, മാക്സിമം ഒരു 28,700 ഈ ഒരു റേഞ്ചിലാണ് അത് വീണ്ടും തിരിച്ച് അടുത്ത ഓൾ ടൈം ഹൈയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി എക്സ്പെക്ട് ചെയ്യാവുന്നത് ഇനിയിപ്പോൾ ഇവിടെ ഒരു റീട്രേസ്മെന്റ് വന്നാലും മാക്സിമം നമുക്ക് ഒരു 28,000 അല്ലെങ്കിൽ തൊട്ട് 30,000 വരെയുള്ള ലെവൽസ് വരെ നമുക്ക് റീട്രേസ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. വീണ്ടും താഴ്ത്തേക്ക് വരാനുള്ള സാധ്യത. ഇപ്പോൾ കുറേ അനലിസ്റ്റുകളെല്ലാം പറയുന്നത് ബിറ്റ്കോയിൻ്റെ ഡൗൺ മൂവ്മെന്റ് അറൗണ്ട് ഒരു 13K വരെ സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് വേറെ ഒന്നും നോക്കിയിട്ടല്ല, ഇതുപോലെ പ്രൈസ് ആക്ഷൻ ലെവൽസ് നോക്കിയിട്ടാണ്. ഒരു പ്രീവിയസ് നെക്സ്റ്റ് ഒരു സ്വിംഗ് ഹൈ പോലെ കിടക്കുന്നത് അറൗണ്ട് 13K ലെവലിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി ചെയ്യേണ്ട ഒരു മന്ത്ലിയിൽ ഇത്രയും ലെവൽസ് മാർക്ക് ചെയ്തിടാം. അതുപോലെ നെക്സ്റ്റ് ഡെയിലി ചാർട്ടിലേക്ക് പോവാം. ഡെയിലി ചാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക അക്യുറേറ്റ് ആയിട്ട് കുറച്ച് ലൈൻസ് കൂടി നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ റേഞ്ചിൽ നമുക്ക് നോക്കാം. എന്തായാലും ഓക്കെ, ഇതാണ് നമ്മുടെ റേഞ്ച്. ഈ ഒരു ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എവിടെയാണ് ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യുന്നത് ആ റേഞ്ചിലുള്ള ലൈൻസ് മാത്രം നമുക്ക് മാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അറൗണ്ട് ഒരു 14,400 അതൊരു സ്വിംഗ് ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ലൈൻ വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് ഒരു പറഞ്ഞ 17,000 ഈ ഒരു പോയിന്റിൽ 2 തവണ ഡെയിലി ചാർട്ടാണോ 2 തവണ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 17,500 ആ റേഞ്ചിൽ. പിന്നെ നെക്സ്റ്റ് വരുന്ന ലൈൻ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് 19,700, 800 ആ റേഞ്ച്. ആക്ച്വലി ഈ ഒരു റേഞ്ചിലാണ് 19,700 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞൊരു മാസമായിട്ട് ആ ഒരു റേഞ്ചിൽ നിന്നാണ് ഇത് ബൗൺസ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിറ്റ്കോയിൻ ആ ഒരു റേഞ്ചിന് താഴെ അധികം വന്നിട്ടില്ല, ആ ഒറ്റ തവണ വന്നിട്ടുള്ളൂ. പിന്നീട് തിരിച്ച് ആ ഒരു റേഞ്ചിലേക്ക് വരുമ്പോഴെല്ലാം 19,700 റേഞ്ചിൽ നിന്ന് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലെവലിൻ്റെ അടുത്തുള്ള ലൈൻസ് എല്ലാം ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഡെയിലി ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു 1 hour ചാർട്ട് എടുത്തിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ മൂവ്മെൻറ്റ്സ് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ലൈൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഒരു ഹൈ ഡിമാൻഡ് സോൺ ആണ്. 18,629 എന്നുള്ള ലൈനിൽ നല്ല ബൈങ് ഡിമാൻഡ് വന്നിട്ടുണ്ട്. അവിടെ നേരെ കയറിയത് 21,000 അടുത്ത് വരെ അത് വന്നു. പക്ഷേ അവിടെ നല്ലൊരു സപ്ലൈ സോണാണ്, കൂടുതൽ ആൾക്കാർ സെല് ചെയ്യാനുള്ള ഓർഡേഴ്സ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നേരെ താഴത്തേക്ക് വീണ്ടും ഈ പറഞ്ഞ ലെവലിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ള തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിലുള്ള കുറച്ച് ലൈൻസ് എല്ലാം ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക. ഏകദേശം ഈ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഇവിടെയുള്ള ദിവസങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള റേഞ്ചുകളെല്ലാം കുറച്ച് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡെയിലി ചാർട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ചാർട്ടിൽ നമ്മുടെ ഈ പ്രൈസ് ആക്ഷൻ ലെവൽസ് മാർക്ക് ചെയ്യേണ്ടത്. ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലെവൽസ് മാത്രം നോക്കിയിട്ട് ട്രേഡ് ചെയ്യാം. ആക്ച്വലി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് വന്ന് ഈ ഒരു റേഞ്ച് 18,618 വരുമ്പോൾ ഇതുപോലെ ഒരു റീട്രേസ്മെന്റ്, ഇപ്പോൾ ഈ ഒരു ഇതുപോലെ വലിയൊരു വിക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതുപോലത്തെ ഒരു റിട്രേസ്മെന്റ് വീണ്ടും ഇവിടെ വന്നിട്ട് നിങ്ങൾ വരുന്നത് കാണുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലോങ് ചെയ്യാം. മാക്സിമം ഇവിടെ വരെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് ഇതുപോലെ ഇതിന് കുറച്ചുകൂടി മുകളിലേക്ക് പോയി ഇനി തിരിച്ച് താഴത്തേക്ക് വരികയാണെങ്കിൽ വന്ന് ഇത് ബ്രേക്ക് ചെയ്യുന്ന കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഒരു ഷോർട്ട് ട്രേഡ് എടുക്കാം. നമുക്ക് മാക്സിമം അത് വന്ന് ഇവിടം വരെയൊക്കെ വരാൻ സാധ്യതയുണ്ട്.
ഓക്കെ. അതുപോലെ ഇവിടെ റിജക്ഷൻ കാണുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് വീണ്ടും ഇവിടെ ലോങ് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയാണ്. അപ്പോൾ ഇതെല്ലാം ട്രേഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. ഞാനിത് സക്സസ് റേറ്റ് കൂടുതലാണെന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, ഒരുവിധമുള്ള ഭൂരിഭാഗമുള്ള ഇൻവെസ്റ്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും പ്രൊഫഷണൽ ട്രേഡേഴ്സും എല്ലാം ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ്. അവർ വലിയ കോംപ്ലിക്കേഷനിലേക്കൊന്നും പോകാറില്ല. അവർ ഇങ്ങനെ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് നമ്മൾ ഒരിക്കലും റീറ്റെയിലേഴ്സ് ഒരിക്കലും മാർക്കറ്റ് മൂവ് ചെയ്യിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വലിയ വലിയ ഇൻവെസ്റ്റേഴ്സും അതുപോലെ പ്രൊഫഷണൽ ട്രേഡേഴ്സും അങ്ങനെയുള്ള ആൾക്കാരാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം അവരുടെ കൂടെ മൂവ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ അതിൻ്റെ ഒഴുക്കിനെതിരെ നീന്തി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നല്ലൊരു ട്രേഡർ ആകാൻ സാധിക്കില്ല. അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി തന്നെയാണ്. ഞാൻ ആക്ച്വലി ഡെയിലി ട്രേഡറാണ്. 15 മിനിറ്റ്സ് ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 15 മിനിറ്റ്സ് ചാർട്ട് ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രീവിയസ് ഡേയിൽ ഉള്ള ഹൈയും ലോവും അതുപോലെ ഒരേ പോയിന്റിൽ 2-3 അല്ലെങ്കിൽ കുറച്ചധികം തവണ സപ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ലൈൻസ് സ്പെസിഫിക് ആയിട്ട് മാർക്ക് ചെയ്ത് ആ ഒരു റീജിയൻ നോക്കുക. അപ്പോൾ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു റീട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രേഡുകൾ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. എന്താണ് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി, നമ്മുടെ ഈ ചാർട്ടിൽ എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ലെവൽസൊക്കെ മാർക്ക് ചെയ്തിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നൊരു വീഡിയോയിൽ പറഞ്ഞത്. ഞാൻ ഈ കോഴ്സിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒരു പ്രൈസ് ആക്ഷൻ മാത്രം വെച്ചുകൊണ്ട് കുറേ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ വരച്ച ലൈൻസ്, നമ്മൾ മാനുവലായിട്ട് വരച്ച ലൈൻസ് നമ്മൾ ആക്ച്വലി വരയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓൾറെഡി ഇതിൽ ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക്കലായിട്ട് സിസ്റ്റം തന്നെ ഈ ഒരു ലൈൻസ് ഡ്രോ ചെയ്ത് നമ്മുടെ ചാർട്ടിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി കൺവീനിയൻറ്റ്. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയായിരിക്കും. പിന്നെ ഞാൻ ട്രേഡ് എടുത്തതിൽ കാണിച്ചു തരും. അപ്പോൾ ഒരു കംപ്ലീറ്റ് കോഴ്സ് പോലെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോനെ കാണേണ്ടത്, ഈ ഒരു കോഴ്സിനെ പ്ലേലിസ്റ്റിനെ കാണേണ്ടത്. അപ്പോൾ ഏറ്റവും ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ്. എന്നിട്ട് ആ ഒരു ലെവൽസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ദിവസം ബാക്ക് ടെസ്റ്റ് ചെയ്യുക, കുറച്ച് ദിവസം നോക്കുക. വീണ്ടും ഇതിനും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് ആക്ഷൻ മെത്തേഡിൽ മാസ്റ്റർ ചെയ്യാനുള്ള കൂടുതൽ ടൂൾസുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. സോ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.